വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മധുരത്തിൽ ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ 3 മുട്ടയെടുത്തു, അതിനെ ബീറ്ററിൽ നല്ലോണം ഒന്ന് പതപ്പിച്ചു. നല്ലോണം ഒന്ന് ഒരു 3 മിനിറ്റ് പതച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു ഗ്ലാസ് പാലും ഒഴിച്ച് നല്ലോണം ഒന്ന് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. അതിന് ശേഷം പൊടികളായിട്ടുള്ള എല്ലാ പൊടികളും ഒക്കെ ഇട്ടു. അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ബീറ്ററിൽ തന്നെ നമുക്ക് യോജിപ്പിക്കാം. നമ്മൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം ഒരു ഭാഗത്ത് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് നമ്മുടെ ഇഡ്ഡലി മാവ് പരുവത്തിൽ ഒന്ന് റെഡിയാക്കി വെച്ചു. അതിന് ശേഷം ഞാനതിനെ ഒരു പാത്രത്തിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. അതൊന്നും കാണിക്കാൻ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയി കൂട്ടരെ, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ക്രീം ബീറ്റ് ചെയ്യാണ്. ക്രീം നല്ല പാത്രത്തിൽ നിന്ന് വിട്ട് വരാത്ത പരുവത്തിലാക്കി വെക്കണം. അപ്പോൾ അതാ നമ്മുടെ കേക്ക് നമ്മുടെ റെഡി. നല്ല പഫി ആയിട്ടുള്ള കേക്കാണ് കിട്ടിയത്. അപ്പോൾ അതിനെ ഞാനിങ്ങനെ 5 ലെയറായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല 5 ലെയറായിട്ട് തന്നെ കിട്ടി. നിങ്ങൾ കണ്ടില്ലേ തിക്ക്? ആ തിക്കിനെ ഞാൻ ഇത്ര നേരിയ ലെയർ ആക്കണമെങ്കിൽ എത്ര സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര നല്ല സ്പോഞ്ചായിട്ട് കിട്ടി. അതിന് ശേഷം ഒരു ലെയറിന് വെച്ചു. അതിൽ ക്രീം, നമ്മുടെ പഞ്ചസാര ലൈന് തേച്ചു. അതിന് ശേഷം ക്രീം തേച്ചു. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഇങ്ങനെ അനങ്ങാന്ന് അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക് കേട്ടോ. ഇതുപോലെ പഞ്ചസാര ലൈനി ഒഴിക്കുക. അതിന് ശേഷം അതിൽ ക്രീം തേക്കുക. പിന്നെ നമ്മുടെ ഫ്രൂട്ടി ഉണ്ടല്ലോ, അത് മുറിച്ചത് ഇടുക. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കുറേയൊക്കെ ഇങ്ങനെ പോയി കേട്ടോ. അതുകൊണ്ട് അതിനിടയിലുള്ള വീഡിയോ ഒന്നും കിട്ടാതിരുന്നത്. എന്തായാലും ഞാനിത് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുള്ള ഒരു വാശിയിലാണ് ഇന്ന് ഇട്ടത്. അപ്പോൾ ക്രീമൊക്കെ നല്ല സെറ്റാക്കി നല്ല വൃത്തിക്ക് തന്നെ തേച്ച് കൊടുക്കുക. ക്രീം തേക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. എനിക്കെപ്പോഴും ക്രീം തേക്കുമ്പോഴാണ് ഒരു ഇങ്ങനെ ആ ഒരു സെറ്റാവാൻ ഒരു ബുദ്ധിമുട്ട് വരിക കേട്ടോ. അതായത് നല്ല പാത്രത്തിൽ നിന്ന് എന്നെ വീഴാത്ത പോലെ തന്നെ ക്രീം ആയി നല്ല സെറ്റാക്കിയിട്ട് വിട്ട് വരാത്ത പോലെ ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇങ്ങനെ തേച്ച് അതിൻ്റെ മേലെ നമുക്ക് ഫ്രൂട്ടി ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം. ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് രുചിക്കനുസരിച്ച് വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആയതുകൊണ്ട് നല്ല ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. അപ്പം ഞാൻ ചോക്ലേറ്റ് മുകളിലാണ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ 5 ലെയറും വെച്ചു. ഇത്രയാണ് ഹൈറ്റ് കിട്ടിയത്. അതിന് ശേഷം നമ്മുടെ ഈ പാച്ചില വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കൂലേ, അങ്ങനെ നമ്മളത് ആ സെറ്റൊക്കെ ആക്കി വെച്ചു. അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നു. ഇതിനി നമ്മൾക്ക് സെറ്റാക്കാനൊക്കെ വെക്കണം കേട്ടോ. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. തണുത്ത് കഴിഞ്ഞിട്ട് തിന്നാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഭാഗം ഇങ്ങനെയായിട്ടാണ് റെഡിയാക്കി വെച്ചത്. അതിൻ്റെ മുകളിൽ എൻ്റെ കേക്കിൻ്റെ വീഡിയോ ഒക്കെ കുറേ പോയി. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്